ഹലോ ഗായ്സ്, വെൽക്കം ടു പോഡ്കാസ്റ്റിന്റെ പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മുന്നിൽ കൂടി ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു അല്ലേ? എന്താ എനിക്ക് പോഡ്കാസ്റ്റ് എന്താണ്, എന്നോട് കുറെ പേര് എന്താണ് പോഡ്കാസ്റ്റ്, പോഡ്കാസ്റ്റിൽ എന്താ സംഭവം, ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് വർക്കൗട്ട് ആയെന്നുള്ള റിസൾട്ട് ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്താണ് പോഡ്കാസ്റ്റ്, എന്താണ് അതിനെപ്പറ്റി കേൾക്കാനാണ്. എന്താണ് ഒന്നില്ലെങ്കിലും നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെങ്കിലും അറിയേണ്ടത് എന്താന്നുള്ളത്. അതുമല്ല, നമ്മൾ പോഡ്കാസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, എല്ലാത്തിനും കൂടി ജനറൽ ആയിട്ട് നമ്മുടെ സ്റ്റാഫ് എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നോളജ് ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മളൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നു. കോൺട്രോവേഴ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു ആൾക്കാർ ഫ്യൂച്ചറിൽ നമ്മുടെ പുതിയ പുതിയ പ്രൊഡക്റ്റിലോ ഇറങ്ങുമ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് നല്ല നല്ല ഔട്ട്പുട്ട്സ് വരുമ്പോഴും അത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യും. അത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഓഫീസിലുള്ള സംഭവങ്ങളായിരിക്കും. ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളൊക്കെ ആയിരിക്കും. മെയിൻലി ഇനി നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ലോങ് ടേം പ്ലാൻ എന്തായാലും വെച്ചിട്ടില്ല, ഷോർട്ട് ടേം പ്ലാൻ ആണ്. അപ്പോൾ ലോങ് ടേം പ്ലാൻ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പീരീഡിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക, മാക്സിമം നമ്പർ ഓഫ് വീഡിയോസ് ഇടുന്നു, ആൾക്കാരുടെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു മിങ്കിളായി ആൾക്കാരുടെ റെസ്പോൺസും കൂടെ അറിയാനും. അതിന്റെ കൂടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ടീമാണ്. നമുക്കും എക്സ്പീരിയൻസ്, നമ്മളിപ്പോ ഒരു ബ്രാൻഡിങ്ങിനെ പറ്റി നമ്മൾ എപ്പോഴും ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ChatGPT നോക്കുക, എന്നിട്ട് ഇതെങ്ങനെ ചെയ്യാം അതെങ്ങനെ ചെയ്യാൻ ചോദിക്കുന്നതിന് പകരം സ്ട്രാറ്റജി നമ്മള് ഓരോന്നും എക്സ്പെരിമെന്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ്. നാളെ ഇപ്പൊ ഇങ്ങനെ ചെയ്ത് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് വേറൊരാൾ ചെയ്തതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നമുക്കങ്ങനെ ചെയ്തു കൊടുക്കാനോ ക്ലയൻസിന് ചെയ്തു കൊടുക്കാനോ പറ്റില്ല. നമ്മളെന്നെ ചെയ്ത് നോക്കിയതാണെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാം. നമുക്കത് ട്രൈ ഔട്ട് ചെയ്യാനും എല്ലാം ഉള്ളൊരു പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മളെ കാണുന്നവർ അതേ രീതിയിൽ അത് എടുക്കണം. അല്ലാതെ ഇവരെന്താ അതും ഇതും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും, കാരണം ഇതിലെല്ലാം ഉണ്ടാവും. നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞു ആകാശത്തിന് എന്തും ഇവിടെ ഇല്ല. അപ്പോ ആ ഒരു രീതിയിലായിരിക്കും കണ്ടൻസ് ഒക്കെ പോവാ. അപ്പൊ പല പല എക്സ്പീരിയൻസ് ഉണ്ടാവും, ഫ്ലോപ്പ് ആയ എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഞങ്ങളുടെ ഗ്രോത്തും ഞങ്ങളുടെ ബ്രാൻഡിന്റെ ഗ്രോത്തും ഞങ്ങൾ ചെയ്യുന്ന ബാക്കിയുള്ള കമ്പനികളുടെ ഗ്രോത്ത്, അത് ബാക്കിയുള്ള ക്ലയൻസിന്റെ ഗ്രോത്തും ഒക്കെ ഇതിൽ കാണാൻ പറ്റും. എല്ലാ ടൈപ്പ് വീഡിയോസ് ഇതിൽ കാണാൻ പറ്റും. ഇൻഫോർമേറ്റീവ് ആവട്ടെ, ടെക് ന്യൂസ് ആവട്ടെ, റിലേറ്റബിൾ ആയിട്ടുള്ളതാവട്ടെ, ഏത് തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് പോഡ്കാസ്റ്റിൽ കാണാൻ പറ്റും. അപ്ഡേറ്റഡ് ആണോ അപ്ഡേറ്റഡ് ആണ്, നമ്മൾ അപ്ഡേറ്റ് ആവുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിന്റെ കൂടെ നമുക്ക് നമ്മുടേതായ നോളജ് കിട്ടുന്ന നോളജസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്നുള്ളത് ആ കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ആസ് എ മെയിൻ സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ചെറിയൊരു കമ്പനിയിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ വാല്യൂടെ കമ്പനിക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ അതേ കാര്യമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന നോളജസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് അറിയാൻ നിങ്ങളുടെ റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന്റെ കൺസിസ്റ്റൻസിയും അതിന്റെ അപ്ഡേറ്റ്സും അതിന്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു ഫ്രാങ്ക്ലി ഓപ്പണായിട്ട് സ്വീകരിക്കുന്നു. എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഐഡിയ എന്ന് വെച്ചാൽ ഒരു ഐഡിയ മാത്രമേ ഉള്ളത്. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള യാത്ര. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ്, അതായത് ഇന്ന കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്ന കുറച്ചും കൂടി ആൾക്കാരിൽ എത്തിയേനെ എന്നുള്ള ഒരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ കമന്റ് ചെയ്യില്ലായിരിക്കും. നമ്മുടെ ടാർഗറ്റും നമ്മുടെ ടാർഗറ്റ് എല്ലാം അറിയുന്ന ആൾക്കാരും എല്ലാം നമുക്ക് നമ്മുടെ തന്നെ 3 പേര് ഇരുന്ന് സംസാരിക്കുന്ന നിങ്ങൾക്ക് 2 പേര് ചിലപ്പോൾ അറിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉള്ളൊരു കാര്യം. അപ്പൊ അതുപോലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് 10,000 ആൾക്കാരെ ആൾക്കാരുണ്ടല്ലോ. ഇന്ന ആൾക്കാരുണ്ടല്ലോ നാട്ടിലുള്ളത്. അതേ കാര്യം അറിയാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവര്
ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ചില കമ്പനികളെ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ അറിയാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അറിയുന്നവര് അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് അറിയാത്തവരും നെക്സ്റ്റ് കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ റെസ്പോൺസ് ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ, നമുക്ക് യൂസ്ഫുൾ ആണ്, അത് കാണുന്നവർക്ക് യൂസ്ഫുൾ ആണ്. ഒന്നുമില്ല, പോഡ്കാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് ആ പേര് തന്നെ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ അതായത് കോഡ് ടോക്സിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് കാണിക്കണം. ആ ഒരു സാധനം വരണം, കമ്പനി നെയിമായിട്ട് റിലേറ്റ് ചെയ്യണം. പിന്നെ ആ ഒരു ഓഫ്കോഴ്സ് ആ ഒരു ബ്രാൻഡ് കളറൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു എല്ലാം ഒരു മൂഡിൽ അങ്ങ് പിടിച്ചു പോകാൻ വേണ്ടിട്ട് കുറെ പേരുകൾ ഉണ്ടായിരുന്നു. അതില് നമ്മൾ ആക്ച്വലി എല്ലാവരും ചോദിച്ചു, എന്റെ അവസരം തയ്യായി. അങ്ങനെയാണ് പക്ഷെ അല്ലല്ല ടോസ് ചെയ്തിട്ട് വന്നത് മറ്റേ ഞങ്ങൾ മൂന്ന് പേര് ഇന്ന് ടോസ് ചെയ്തു. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് ടോസ് ചെയ്യുന്ന ടൈമില് ഞങ്ങളുടെ മൂന്ന് പേരുടെ മൈൻഡിൽ വന്ന പേര് ഇത് തന്നെ. അപ്പൊ ആക്ച്വലി നമുക്ക് പോഡ്കാസ്റ്റിന്റെ ഒരു പ്ലാനിങ് ഒന്നും പേരോട് മാത്രം പോഡ്കാസ്റ്റ് എന്തായാലും പേരിട്ട് പോഡ്കാസ്റ്റ് ചെയ്തേക്ക് നമ്മളെന്തായാലും എല്ലാം ടൈപ്പും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അനുസരിച്ച് എല്ലാ ബിസിനസ്സും പോഡ്കാസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ ബിസിനസ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. പോഡ്കാസ്റ്റ് വീഡിയോസ് മാത്രമായിരിക്കില്ലേ, എല്ലാം നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും. എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്യും, എന്തും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണോ ഞങ്ങളുടെ സ്ട്രാറ്റജി അതൊക്കെ ഞങ്ങൾ ഇതിൽ പരീക്ഷിക്കും. പിന്നെ ഈ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കിയിട്ട് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ ഇനീഷ്യലി നമ്മളിപ്പം ഒരുപാട് പേര് ഇപ്പം ഈ സാധനം തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. കണ്ടന്റ് ക്രിയേഷൻ അല്ലെ ബ്രാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെ വീഡിയോ, യൂട്യൂബ് ഇതൊന്നും ഇല്ലാതെ ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇതില്ലെങ്കിൽ നടക്കത്തില്ല എന്നുള്ളത് 100% ആൾക്കാർ രജിസ്റ്റർ ആയി. പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് നല്ലൊരു മൈക്കില്ല, എനിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും, അതൊന്നും അറിയത്തില്ല. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളുള്ളവർക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഇവിടെ ഒന്ന് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നു, അതിനൊക്കെ നമുക്ക് മാക്സിമം ഇവിടെ ചെയ്യുന്ന എന്തായാലും നമ്മൾ കംപ്ലീറ്റ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാത്രമേ ചെയ്തുള്ളൂ. സ്റ്റാഫാണ് എന്ത് നമ്മൾ ആക്സറീസ് ആയാൽ പോലും എന്തായാലും നമ്മളെല്ലാം ബഡ്ജറ്റിൽ മാത്രമേ ചെയ്യുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കോട്രോക്സിന്റെ ഒരു മോട്ടോയും. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ബഡ്ജറ്റില് ഒരു എല്ലാവരും ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്റ്റക്കായി നിൽക്കുന്നത് നാളെ തുടങ്ങാം ഫണ്ടില്ല, എങ്ങനെ തുടങ്ങും, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻവെസ്റ്റർ കിട്ടോ അല്ലെങ്കിൽ സെയിൽസ് നടക്കുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാണെങ്കിൽ കോട്രോക്സ് ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്കത് നിങ്ങളുടെ ബിസിനസ് ഐഡിയാസ് കാരണം കോട്രോക്സും അങ്ങനെ വളർന്നു വന്നതായതുകൊണ്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. കാരണം എങ്ങനെ സീറോ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് കയ്യില് കഥ പറയാൻ അങ്ങനെ ഒരു റുപ്യ ചെലവില്ലാതെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ്. അതിൽ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് ഏറ്റവും കോസ്റ്റ് കട്ടിങ് രീതിയിൽ ഇപ്പം 10 സ്റ്റാഫിന് എടുക്കുന്നതിന് പകരം അതിനകത്ത് ടെക്നോളജി ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 10 സ്റ്റാഫ് മതി. അത്രയും കോസ്റ്റ് കട്ടിങ് ആണ്. അപ്പൊ അങ്ങനെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു കളക്ഷനാണ് കോട്രോക്സ്. അതേ ഇതിൽ തന്നെയായിരിക്കും നമ്മുടെ പോഡ്കാസ്റ്റ് എന്നുള്ള അക്കൗണ്ട് കൊടുക്കാം. മൊത്തത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. ഇവിടെ കോഡിങ് അല്ലെങ്കിൽ പിന്നെ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഡെവലപ്മെന്റ് മാത്രമല്ല
ഡെവലപ്പിംഗ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ്സൈറ്റ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ആണെങ്കിലും പിന്നെ ഒരു എന്താ പറയാ ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ബിസിനസ് ഐഡിയ പറയുന്നു, അതെന്തായാലും ചെറിയൊരു പ്രൊഡക്റ്റ് നമുക്ക് അതിനകത്ത് വേണ്ടത് എവിടെയൊക്കെ ടെക്നോളജീസ് നമുക്ക് അപ്ഡേറ്റ് ഇല്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം AI എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ AI ഒക്കെ പിന്നിലുള്ളത് ഡെവലപ്മെന്റ് ആണ്. നമ്മളും ട്രൈ ഔട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനാണ്. എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് ഓട്ടോമേറ്റ് ചെയ്ത് അതിനകത്ത് മാൻ പവർ കുറക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു. പിന്നെ ഞാൻ വേറൊരു കാര്യം, അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്തിനിപ്പോ ഞങ്ങളോട് പറയട്ടെ, പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് കോവിഡിന്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ഒരു 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 ആർട്ടിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ ചെറിയൊരു ബിസിനസ് ചെറിയൊരു സാധനം നമുക്കൊരു സെയിൽ ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയാ അത് ആൾക്കാരിലോട്ട് എത്തിക്കണം. അങ്ങനെ ഇപ്പം ഒരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങും, വെബ്സൈറ്റ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ അതൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നാലാൾ അറിയണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം, അങ്ങനെയുള്ളവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണക്ട് ചെയ്യാം. അത് കോവിഡ് പോലത്തുള്ള കോവിഡിന്റെ സമയത്ത് നിങ്ങൾക്ക് കുറെ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഞാൻ ഉദ്ദേശം എന്താ പറയാ, മറ്റേ ബോട്ടിൽ ആർട്ടൊക്കെ ആ ഒരു സമയത്ത് വന്ന സാധനമില്ല. അപ്പൊ കുറെ ആർട്ട്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർട്ടുകൾ അല്ലെങ്കിൽ സ്വന്തം പ്രൊഡക്റ്റുകൾ ക്രിയേറ്റീവ് ആയിട്ട് കുറച്ച് സ്വന്തം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് പക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വേണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ സെല് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അതിനുള്ളവർക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അത് ഏതൊക്കെ രീതിയിൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് മാത്രമൊന്നല്ല ഒരു പോസിബിലിറ്റി. എല്ലാവർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു ബിസിനസ് തുടങ്ങിയ വെബ്സൈറ്റ് മാത്രം ആൾക്കാരെ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രം ഇഷ്ടം പോലെ വഴിയുണ്ട്. ഈ വെബ്സൈറ്റ് മാത്രമൊന്നല്ല ഇതിന്റെ ഒരു വേ എന്ന് പറയുന്നത്. വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ മാത്രമല്ല, പിന്നെ അല്ലാതെ എത്തേണ്ട ആൾക്കാരിൽ എത്തിക്കാം, അതാണ് നമ്മുടെ മെയിൻ. അതിന് നമുക്ക് എല്ലാവരും അല്ലാതെ എന്തെങ്കിലും സാധനം ഉണ്ട് എനിക്ക് വെക്കണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എല്ലാവരും ചെയ്തത്. നേരെ കൊണ്ടുപോകുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിപ്പോ വലിയൊരു ഏജൻസിന് വലിയൊരു മാർക്കറ്റിംഗ് ഏജൻസിനെ ഏൽപ്പിച്ചാൽ പോലും ചില സമയത്ത് അവരുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നവരില്ല. അതല്ല അവിടെ ചെയ്യുന്നത്. അതിന് മുമ്പ് ചെയ്യേണ്ടതും അതിന്റെ നമ്മുടെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടീമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിനുള്ള സപ്പോർട്ടാണ് നമ്മളോട് കൊടുക്കുന്നത്. കാരണം നിങ്ങൾ ആദ്യം എന്തൊക്കെ ചെയ്ത് വെക്കണം, എന്നിട്ട് അത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതിന് മാത്രം നമ്മൾ പേയ്മെന്റ് കൊടുത്തൊരു കമ്പനിയെ ഹെൽപ്പ് ചെയ്താൽ മതി. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത ഏതൊരു ബിസിനസ് ആയാലും ആദ്യം തുടങ്ങുമ്പോൾ തന്നെ 10 സ്റ്റാഫിനെ വെച്ചിട്ടല്ലല്ലോ തുടങ്ങാം. നോർമൽ രീതിയിൽ ആലോചിക്കുമ്പോൾ അല്ലാത്ത തുടങ്ങുന്ന വലിയ ഇൻവെസ്റ്റ്മെന്റോട് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അതല്ല പറയുന്നത്. നോർമൽ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ഒറ്റക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ 2-3 ആൾക്കാരായിരിക്കും. നമ്മൾ 3 പേരും കൂടി ഒരു പാക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത്, അപ്പൊ ഒരാൾ പാക്ക് ചെയ്യുന്നു, ഒരാൾ ഇതാക്കുന്നു, ഒരാൾ കൊറിയർ അയക്കുന്നു. അപ്പൊ അങ്ങനെ ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിപ്പോ പാക്കിംഗ് ചെയ്യുന്നവർക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഒരാളെ എടുക്കുക. എന്നിട്ട് അപ്പൊ ഒരു 2-3 ആൾക്കാർ പാക്കിങ്ങിൽ ഒരാൾ ഈ സാധനം ബില്ലിംഗ് ഒക്കെ ചെയ്യാനും ഒരാളെ കൊറിയർ അയക്കാനും ആക്കണം. അപ്പൊ അങ്ങനെ ആയി. അപ്പൊ പിന്നെ നമുക്ക് പാക്കിംഗ് കൊണ്ട് കൂടുന്നു, ഈ ലേബലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലേബലിംഗ് ഓട്ടോമേറ്റ് ചെയ്യാം. അതിനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ അതിനുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫിന്റെ കൊടുക്കുന്നതിന് പകുതി പേയ്മെന്റിൽ നമുക്ക് ആ ഒരു പേഴ്സൺ നമുക്ക് അവിടെ റിപ്ലേസ് ചെയ്യാം. പിന്നെ പാക്കിങ്ങും അപ്പൊ വലിയ നല്ലൊരു ഫീച്ചറിൽ ഗ്രോത്ത് ആകുന്ന സമയത്ത് പാക്കിംഗ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. ഒരു മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പാക്കിംഗ് ഓട്ടോമേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു മെഷീൻ ഇല്ലെങ്കിൽ അവിടെ ഒരു 10 സ്റ്റാഫ് പാക്ക് ചെയ്താൽ തീരുന്നത് 8 മെഷീൻ ഉണ്ട്. അപ്പൊ അതിന് 5 സ്റ്റാഫിന്റെ സാലറി കൊണ്ട് ആ മെഷീൻ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അല്ലാതെ ഇനീഷ്യലി തന്നെ വലിയൊരു മെഷീൻ കൊണ്ടുവെക്കുന്നു, അത് ഡെയിലി ആകാച്ച് പ്രൊഡക്റ്റ് എല്ലാം പ്ലാനിങ് ഇല്ലാത്തൊരു ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും. പോഡ്കാസ്റ്റിനെ കുറിച്ച് പോഡ്കാസ്റ്റും എല്ലാം പറയും. റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് ആകാശത്തിന്റെ അത് പോയിട്ടില്ല ഇതുവരെ. ഇത് കാണുമ്പോ ചിലപ്പോ നിങ്ങളെ പറ്റി പണിയുണ്ട്. ബാംഗ്ലൂരിലുള്ളവർ കണ്ണൂർ വരെ മുങ്ങി. മറ്റേ തലപ്പറമ്പ് മറ്റേ ഇവിടില്ലേ കുറ്റിക്കോലി അവിടേക്ക് മറ്റേ ഇടിഞ്ഞു മണ്ണ് ഇടിഞ്ഞിരിഞ്ഞ് വീഴുന്നു. ഒരു മാസമായ 2 ദിവസം ബൈപ്പാസ് പണി രണ്ട് കട്ട് ചെയ്തിറക്കിയില്ലേ, അതൊക്കെ ഇടിഞ്ഞു വീഴാൻ അത് മലപ്പുറത്ത്. അതുപോലെ ഇടിയുന്നുണ്ട് കുപ്പത്ത് ബൈപ്പാസ്.
കുപ്പത്തിൽ വെച്ചാൽ വലിയ മല ഇടിച്ചിട്ട് ഉള്ളിൽ കൂടിയാണ്, അത്രയും ഹൈറ്റ് ഉണ്ട്. എന്തായാലും ഇടി പുളിമ്പറമ്പ് ഭാഗത്ത് പോകുന്നത് ശ്രദ്ധിക്കുക, പാല പിടിച്ചു വീഴാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ റിപ്പോർട്ട്. അപ്പം എന്താണ് പോഡ്കാസ്റ്റ് എന്നുള്ള സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ കൊണ്ട് കളിയാവും. ഇതൊക്കെ ആയിരിക്കും വരിക. അപ്പൊ കാണുക, ലൈക്ക് ബട്ടൺ നിൽക്കുക, കമന്റ് ബോക്സിൽ തോന്നുന്നത് പറയാ, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളൊരു 10 പേർക്ക് അയക്കുക. ആ കാണുന്ന 10 പേരും 10 പേർക്ക് അയക്കുക. അഭ്യർത്ഥനയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും അയച്ചു തന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു 10 പേർക്ക് അയച്ചു കൊടുത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അയച്ചില്ലാതല്ലേ, നമുക്ക് ഒരാളെ അയച്ചെന്നാണെങ്കിൽ നമ്മൾ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ അയച്ചിരിക്കണം. എനിക്ക് റിലേറ്റ് ചെയ്ത നിങ്ങൾ അയക്കണം. നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്കും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിന് ഫോർവേഡ് ചെയ്യാം. നിങ്ങൾ തന്നെ പിന്നെ അത് കാരണം അതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഉള്ളിലുള്ള നടക്കുന്ന കാര്യങ്ങൾ. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം ഒക്കെ ഡെയിലി മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജി അനുസരിച്ച് ഓരോ സംഗതി ഇടുന്നത്, അല്ലെങ്കിൽ ഓരോ ടാർഗറ്റഡ് ഓഡിയൻസ് ആണ് പരിപാടി. പിന്നെ കുറെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം. കാരണം നമ്മളല്ലാതെ നമുക്ക് ഇതിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടൊരു ആളെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം. പുള്ളിയുടെ നമുക്ക് പഠിക്കും, നമുക്ക് പഠിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം തന്നെയായിരിക്കും. അപ്പം അതിൽ തന്നെ കുറെ കളികളുണ്ട്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് എന്നുള്ള രീതിയിൽ പോസ്റ്റേഴ്സ് ആയിട്ടും നമുക്ക് കിട്ടുന്ന നോളജസ് നമ്മൾ എന്തായാലും പോസ്റ്റേഴ്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതൊക്കെ വായിച്ചു നോക്കുക, മാക്സിമം അപ്ഡേറ്റ് ചെയ്യും. ഇന്ന് തന്നെ മാക്സിമം ഇന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കും. കാരണം ഇത് ഇന്ന് വെച്ചിട്ട് കാര്യമുണ്ട്, നാളെ എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ കാര്യം ഇന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്ന ആൾക്കാർ ബിഗിനർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് അറിയുന്ന സമയത്ത് നിങ്ങൾക്കത് 8 മണിക്ക് ഇടാൻ പോകുന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് ആ സാധനം അതിനകത്ത് ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടും. അപ്പം മാക്സിമം ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. സാധനം ഇറങ്ങുന്നോടത്ത് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറൊരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഫോളോവേഴ്സ് ആണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം എല്ലാവരിലും എത്തിക്കുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്നതോട് നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്ത കണ്ടന്റ് ആയിരിക്കും ചിലപ്പോൾ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യൂസ് ഇല്ലാത്ത ഫോളോ ചെയ്ത് വെക്കുക. അപ്പം ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുന്നതിന്റെ കൂടെ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിനൊരു വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് പറയുമെങ്കിലും ഏറ്റവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫോളോവേഴ്സ് കൂട്ടാൻ തന്നെയാണ് ടാർഗറ്റ്. കാരണം ഞങ്ങള് കൂട്ടിക്ക് കാണിച്ചു കൊടുത്താലേ ഞങ്ങൾ ചെയ്യുന്ന ക്ലൈംസിന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. എല്ലാവരും മറ്റേ യൂട്യൂബിലൊക്കെ ഇപ്പം ഇലാസ്റ്റിക് സ്പോർട്ട് വിശ്വാസത്തിന്റെ വീഡിയോ ഇട്ടില്ലേ, അപ്പൊ പുള്ളി മുൻപൊന്നും വീഡിയോസിലൊന്നും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബ് പറയുന്നില്ല. പക്ഷെ പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ വീഡിയോസ് ഒക്കെ എല്ലാവരും പ്ലീസ് കമന്റ് ബിലോ, പ്ലീസ് ലൈക്ക് എന്നൊക്കെ പറയുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പുള്ളി എന്തെങ്കിലും ഒരു കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യാൻ പറയുന്നു. പക്ഷെ സംഭവം എന്താ വെച്ചാൽ അപ്പം ഇങ്ങനെ വീഡിയോസിന്റെ കമന്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് പുള്ളി ആദ്യം മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അതിന് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പൊ പുള്ളി വീഡിയോസിനകത്ത് പറയുന്നുണ്ട് കമന്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെ അതാണ് മറ്റേ ഹെയ്റ്റ് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കണ്ടന്റ് വീഡിയോ ആണെങ്കിൽ അത് വൈറലാകാനുള്ള മെയിൻ കാരണം ആൾക്കാർ നെഗറ്റീവ് വീഡിയോ കാണുമ്പോൾ അതിന് കമന്റ് അതെ പറഞ്ഞത് വെച്ചാൽ ഒരു നെഗറ്റീവ് വീഡിയോ വരുമ്പം നമുക്ക് പോസിറ്റീവ് വീഡിയോ ആണെങ്കിൽ നല്ലതാന്ന് പറയുന്നതിനേക്കാളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഇതെന്താ കാണിക്കുന്ന ഒരു ഇഷ്ടപ്പെടാത്ത വീഡിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വീഡിയോ അവരെ കളിയാക്കി അല്ലെങ്കിൽ അവരെ നമ്മളൊന്ന് ആക്കി കമന്റ് ഇടുന്നതാണ് എല്ലാവർക്കും കുറച്ച് താല്പര്യം കൂടും. അപ്പം കമന്റുകളുടെ എണ്ണം കൂടും, സജഷൻ കൂടും. ഇൻസ്റ്റാഗ്രാം അത് വലിയ സെറ്റ് ചെയ്യാനൊക്കെ പോഡ്കാസ്റ്റിന്റെ ഒരു ലോഗോ വരും.
പക്ഷെ വീഡിയോയിൽ നിങ്ങൾ വേറെ ലോകമാണ്, അതെന്റെ മുമ്പ് നമ്മള് അനഘയായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഴയങ്ങാട് ഓഫീസിൽ നിന്ന് പ്രസന്റേഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാറുണ്ട്, ഗ്രീൻ സ്ക്രീൻ വീഡിയോസ്. അപ്പൊ അനഘ ഓരോന്ന് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ ആക്ഷൻ അറിയില്ല. അപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ അനഘ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി കയ്യൊക്കെ വെക്കും. ടച്ച് ചെയ്തിട്ട് അപ്പൊ നെക്സ്റ്റ് ഷൂട്ടിൽ ഞാൻ നീ വെറുതെ ചുമ്മാ കൈ അങ്ങനെ മീറ്റർ ചിലപ്പോ അതിന്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെ കയറി വരും. കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ട്രോസ് കാർഡ് മാത്രം അതില് ഒരു വയലറ്റ് കളറാണ്. വയലറ്റ് ആണ്, ഒരു വയലറ്റ് അല്ല, ഒരു ലോഗോയില് അല്ലേ ഒരു ഗ്രേഡിയൻ കളറാണ് ആക്ച്വലി, ഒരു ലാവൻഡർ. അതിന്റെ ബ്രാൻഡ് കിട്ടിയൊക്കെ നമ്മള് നമ്മുടെ ചാനലിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ കണ്ടുപിടിക്കുക കളറായിട്ടാണ് ഫോൺ ക്യാമറ അതെ, കമന്റ് ചെയ്യാം. ആട് 3 വരുന്നത് അതും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് വേണം, അതും മൾട്ടി ലാംഗ്വേജ്. മറ്റേ KGF 3 എന്ന് പറഞ്ഞ എന്തോ പ്രഭാസ് യാഷിനൊക്കെ ഒപ്പിക്കൊണ്ടുവരുന്നത് ഇവരല്ലേ കൊണ്ട പേരെന്തായിരുന്നു അതിനടുത്ത് നോക്കി ടീസർ ബോക്സോ അങ്ങനെ എന്താ കൊണ്ടുവരും ട്രോൾ പേജ് കണ്ടോ? വരുമോ വന്നിട്ട് കൊളാവും. സമ്മറിലെ ഒരു അത് വരുന്നതല്ല പ്രശ്നം, വന്ന് കഴിഞ്ഞിട്ടാണ് പ്രശ്നം. ഇത് ഇത്രയും ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് സെക്കൻഡ് പാർട്ട് ഹിറ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അങ്ങനെ പോയ ഒരു പടമാണ്. ഫസ്റ്റ് പാർട്ട് ഹിറ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഫ്ലോപ്പ് ആവോ. എനിക്ക് ഈ നമ്മുടെ ലൂസിഫർ എമ്പുരാനൊക്കെ നല്ല ആവശ്യമുണ്ടായിരുന്നു. ഹിറ്റായ ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് കൊളാക്കോ. പിന്നെ പൃഥ്വിരാജ് മാത്രമാണ് ഒരു പ്രതീക്ഷ. അത് വേറെ ഒരു മൂടായി. പടക്കളം നല്ല കോമഡിയാണ്, ഭയങ്കര അത് കാണാൻ എന്നെ സോറി മൂവി പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എന്തോ നമുക്കിപ്പോ താഴെ മൂവിന്റെ മാർക്കറ്റിംഗ് വർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്യണ്ടേ? നമുക്ക് ഇത്രയും മൂവി ഇഷ്ടപ്പെടുന്ന ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് മൂവി പ്രൊമോഷൻസ് ആൾക്കാർ നമ്മളെ അപ്രോച്ച് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വന്ന് അവരുടെ മൂവി പ്രൊമോട്ട് നമ്മുടെ ഫോളോവേഴ്സ് എത്തിക്കുന്നു. നാളെ ഒരുപാട് ബിസിനസ് തുടങ്ങി. നിങ്ങളുടെ ബിസിനസ് നാലാളിൽ എത്തിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റേജ് ഭയങ്കര. പണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും പോയി വരുന്നു, നമ്മള് കുറച്ച് പിള്ളേര് മാത്രം. ഇപ്പൊ അമ്മാവന്മാരൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാമില്. അതൊരു കൊറോണ ടൈമോട് കൂടി ഈ അമ്മാവന്മാരൊക്കെ അത് വീട്ടിലിരുന്ന് പിള്ളേരൊക്കെ പഠിപ്പിച്ചെടുത്ത് ഇങ്ങനെയൊക്കെയാണ് പിള്ളേർക്ക് ഇഷ്ടംപോലെ സമയമുള്ളത്. അപ്പൊ അപ്പന്മാരെ പഠിപ്പിക്കുന്നു, അവരെ വെച്ച് കണ്ടന്റ് ചെയ്യുന്നു. അപ്പൊ ഇനി ഇവരെ എടുക്കുന്ന പുറത്തോട്ടിറങ്ങാൻ വേണ്ടി പുതിയ പ്ലാറ്റ്ഫോമിലോട്ട് ചാടി ഇറങ്ങുന്നുണ്ട്. ഫേസ്ബുക്കിൽ മുമ്പ് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിൽ നിന്ന് ഈ യങ്സ്റ്റേഴ്സ് ചാടി വന്നതാണ് ഫേസ്ബുക്കിലോട്ട്. അവിടുന്ന് പുതിയ ജനറേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ചാടി വന്നപ്പോ അവിടുത്തെ ജനറേഷൻ മൊത്തം ഇവിടുന്ന് ചാടി പോയി. ഈ ചാറ്റ്, സ്കൈപ്പ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. യൂസ് ചെയ്യുന്നുണ്ടോ ഈ ചാറ്റ്? യൂസ് ചെയ്യുന്നുണ്ടോ? ചൈനയിൽ ഇപ്പോഴും കോവിഡ് ടൈമിൽ സാധനം വന്നല്ലോ ഹൈക്ക് യൂസ് ചെയ്യുന്നുണ്ടോ? ഈ വാട്സപ്പ് എന്തോ ഇതായില്ലേ, സ്റ്റക്കായില്ലേ ആ സമയത്ത് എസ് തുടങ്ങുന്ന ഒരു സാധനം. എന്നിട്ട് എല്ലാരും കൂടി ഇരുന്ന അഭിപ്രായമൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അത് അയ്യോ ഞാൻ ഇവർക്കും കൂടി അക്കൗണ്ട് ചെയ്യാൻ ഗൂഗിളിൽ കണ്ടായിരുന്നു. ക്ലബ് ഹൗസ് ഞാൻ അതല്ല പറഞ്ഞ ഈ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം
അത് ഇത് വേറെ വരാം. ഈ വാട്സപ്പ് ഒക്കെ എന്തോ ആയില്ലേ? ഞാൻ പറഞ്ഞുതരാം. എല്ലാരും ഇത് സ്ട്രേഞ്ചേഴ്സുമായിട്ട് വർത്താനം പറയുന്ന ആ സാധനം. അല്ലല്ല നമ്മളെ കോണ്ടാക്ടിലുള്ള ടാങ്കോന്റെ അപ്പനായിട്ട് വരുന്ന ഒരു സാധനം ഇല്ലായിരുന്നു. ഒരു വെബ്സൈറ്റില്ല മറ്റേ അമ്മയൊക്കെ എന്തായിരുന്നു? അതല്ല വേറൊരു സാധനം രസത്തോടെ രസം തോന്നുന്നില്ല. ഈ വാട്സപ്പില് മെസ്സേജ് അയക്കുന്ന വാട്സപ്പ് ഒരു സമയത്ത് എന്തോ ടെക്കായിരുന്നു പ്രോബ്ലം. എനിക്ക് എല്ലാം ഇതിലാണ് അക്കൗണ്ട് എടുത്തത്. അക്കൗണ്ടാ ലോഗിൻ ചെയ്തെന്തോ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഫസ്റ്റ് ഉണ്ടായ സമയത്ത് വാട്സപ്പ് ഞാൻ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ചെറിയ ഫോണാണ്. അതിന് വീചാറ്റ് ഉണ്ടായിരുന്നു. വീചാറ്റിലൊക്കെയാണ് പിന്നെ വൈബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. വീചാറ്റ് ഇപ്പോഴും ചൈനയിൽ അവർക്ക് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ ചൈനയിൽ വീചാറ്റ് അവർക്ക് ഇപ്പോഴും വാട്സപ്പ് ഉണ്ട്. അവർക്ക് ഇപ്പോഴും വീചാറ്റ് വരും. അവർ അതാണ് ഭയങ്കര അതിനെക്കാട്ടും അതാണ് വീചാറ്റിലാണ് ഏറ്റവും കൂടുതൽ വാട്സപ്പ് തന്നെയാണല്ലോ. എനിക്ക് അന്നൊന്നും സ്മാർട്ട് ഫോൺ ഇല്ല. അല്ലെങ്കിൽ പോട്ടെ നല്ലൊരു ഫോൺ പോലും ഇല്ല. ഞാൻ പാവപ്പെട്ട വീട്ടിലേക്ക് എനിക്ക് പോകുന്നില്ല. എടാ അങ്ങനത്തെ നീ വിഷയത്തില എനിക്ക് ഓർമ്മ വന്നപ്പോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എന്നെ നൊസ്റ്റാൾജിയ അടിച്ചു. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം കൊടുക്കും. പണ്ടത്തെ കുറച്ച് ഒരു 5 വർഷം മുന്നേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതന്നെ ഇതൊക്കെ 5 വർഷം മുമ്പ് ഇതൊക്കെ തന്നെ ഉള്ളൂ. അല്ല 5 ഒരു 10-15 വർഷം അല്ലെങ്കിൽ ഒരു കുറച്ചു മുമ്പുള്ള സാധനങ്ങളൊക്കെ പിന്നെ എന്റെ അപ്പനൊക്കെ അപ്പനെന്താ ആ ടൈമിൽ പുറത്താ. ഞാൻ ഫസ്റ്റ് ആക്കിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക്. എനിക്ക് ഫേസ്ബുക്ക് ഞാൻ വർക്ക് ചെയ്ത ഫസ്റ്റ് ഫേസ്ബുക്ക്. അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോണിന് അവന്റെ ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് പോയി. എനിക്ക് എന്താണ് ഫേസ്ബുക്ക് ഒന്നും വലിയൊരു ഞാനും എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലോട്ട് പാർട്ണറായിരുന്നു അറിയോ എന്റെ അമ്മ. ഞാനും അമ്മയും കൂടി ഞാൻ അമ്മ ഫേസ്ബുക്ക് എനിക്ക് ഞാനും അമ്മയും കൂടിയിട്ടാണ് അമ്മയായിരുന്നു എന്റെ ക്യാമറ. പിന്നെ ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത അതിൽ ഇത് കൊടുക്കില്ലേ പ്രൊഫൈൽ പിക്ചർ കൊടുക്കില്ല. വാട്സപ്പിലെ ഡി പി ഒക്കെ പോലെ അങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പൊ കൊടുത്തപ്പോ ഇത് പോവല്ലേ എല്ലാരും ലൈക്ക് ചെയ്തു അങ്ങനെ അടിക്കുന്നത്. എനിക്ക് എന്തോ ടെൻഷനായി. ഞാൻ പ്രൊഫൈൽ പിക്കപ്പ് ചെയ്തതാ. അപ്പൊ ഇത് പോസ്റ്റ് പോലെ സാധനം പോയി. ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ച് എവിടെയോ പോഡ്കാസ്റ്റ് തുടങ്ങി. ഞങ്ങളിപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ പോഡ്കാസ്റ്റ് പോവുക. പക്ഷെ നമ്മുടെ കണ്ടക്ട്സ് ഒന്നും അങ്ങനെ പ്രോപ്പർ ഇത് ഞങ്ങളൊരു ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് നിങ്ങളോട് അറിഞ്ഞിരിക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ വൈബ്. ഈ വൈബ് ഒന്നും നിങ്ങളുടെ നിങ്ങൾ ഈ വൈബിലോട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ ഡെവലപ്പേഴ്സിന്റെ റൂമായിരുന്നു. അവരെ ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിയിട്ട് ചെയ്തു. ഓഫീസ് ടൂർ ഒക്കെ നടത്താൻ എന്തിരിക്കുന്ന കാണുന്നവരായിരിക്കും നമ്മുടെ കണ്ടിരിക്കുന്ന ഷുവർ ആയിട്ട് ഫോളോ ചെയ്യാം. കാരണം നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് എന്തായാലും ഈ പോർഷൻ സൈഡ് അടിച്ച് ഷുവർ ഇവിടെ തിരിച്ചു പോയിട്ട് അങ്ങനെ ഓടിച്ചു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നോക്കുന്നതിന് അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇത് ഫുൾ കണ്ടിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഫോളോ ചെയ്തില്ലേ ദിവസം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ഷെയർ ചെയ്യാം. അപ്പൊ ഞങ്ങൾ മാറ്റും. അടുത്ത പ്രാവശ്യം നല്ല കമന്റ് എന്താണ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ് എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. എനിക്ക് വെച്ചുള്ള ആപ്പിന്റെ പേര് അതെ നീ റീൽ കട്ട് ചെയ്തു ഇൻസ്റ്റയിൽ മനസ്സിലായി ആൾക്കാർ കമ്പനി